സുഹൃത്തുക്കളെ, ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം ചോദിക്കുമ്പോൾ നാണം തോന്നേണ്ടത് അവർക്കാണ്. പക്ഷെ നാണിക്കുന്നത് നിങ്ങളാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിന് ഇരയാകുകയാണ്. ഇന്ന് നമ്മൾ ഈ പേടിയെ വേരോടെ പിഴുതെറിയും. പണം ചോദിച്ചു വരുന്നവർ വാലു ചുരുട്ടി ഓടുന്ന, എന്നാൽ നിങ്ങൾ അവരുടെ മുന്നിൽ മോശക്കാരനാകാത്ത 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബന്ധങ്ങളും പണവും തമ്മിലുള്ള കണക്ക് വളരെ വിചിത്രമാണ്. ആപത്തിൽ സഹായിക്കുന്നവനാണ് ഉറ്റ സുഹൃത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആചാര്യ ചാണക്യൻ ഇതിനെ കണ്ടത് മറ്റൊരു കണ്ണിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, കടം എന്നു പറയുന്നത് പണത്തെ മാത്രമല്ല, അത് നിൽക്കുന്ന ബന്ധത്തെക്കൂടി കാർന്നുതിന്നുന്ന ചിതലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര തവണ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? വളരെ വേണ്ടപ്പെട്ടവർക്ക് പണം കൊടുത്തു, അവസാനം പണം തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ വില്ലനായി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. പ്രശ്നം പണം കൊടുക്കുന്നതിലല്ല, മറിച്ച് നിങ്ങൾ ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. നോ പറഞ്ഞാൽ ബന്ധം തകരുമോ എന്ന പേടിയാണ് പലരെയും കൊടുക്കുന്നത്. എന്നാൽ സത്യമെന്താണ്? പണം കൊടുത്തുകഴിഞ്ഞാലാണ് ബന്ധം തകരാനുള്ള സാധ്യത 100% കൂടുന്നത്. പാമ്പും ചാകണം, എന്നാൽ വടിയും ഒടിയരുത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ചാണക്യന്റെ തന്ത്രങ്ങളും ആധുനിക മനഃശാസ്ത്രവും ഉപയോഗിച്ച് നമുക്കൊരു സുരക്ഷാകവചമുണ്ടാക്കാം. അതിനു മുൻപ് പണം ചോദിക്കുന്നവന്റെ മനഃശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബന്ധു പണം ചോദിക്കുമ്പോൾ അയാൾ നിങ്ങളെ കാണുന്നത് ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് ഒരു വിഭവമായിട്ടാണ്. പേപ്പർ വർക്കുകളില്ലാത്ത, പലിശയില്ലാത്ത, എന്ന് തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു നടക്കുന്ന ബാങ്ക്, അതാണ് നിങ്ങൾ. അത് അവരുടെ കുറ്റമല്ല. എളുപ്പവഴി തിരഞ്ഞെടുക്കുക എന്നത് മനുഷ്യസഹജമാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പാടാണ്. അവിടെ രേഖകൾ വേണം, പണയം വെക്കണം. പക്ഷെ നിങ്ങളോട് ചോദിക്കാൻ എളുപ്പമാണ്. ഒരു സങ്കടമുഖം, പഴയ കുറച്ച് ഓർമ്മകൾ, അവിടെ നിങ്ങൾ വീണുപോകുന്നു. മക്കളുടെ ഭാവിക്കു വേണ്ടിയോ നിങ്ങളുടെ വാർദ്ധക്യത്തിനു വേണ്ടിയോ മാറ്റിവെച്ച പണം തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കൈകളിലേക്ക് നിങ്ങൾ എടുത്തുകൊടുക്കുന്നു. ചാണക്യൻ പറയുന്നു, സ്വന്തം സമ്പത്തിനെ കർശനമായി സംരക്ഷിക്കാത്തവൻ അവസാനം സ്വന്തം കുടുംബത്തിന് തന്നെ ഭാരമായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ദാനശീലനെപ്പോലെ ചിന്തിക്കാതെ ഒരു നിക്ഷേപകനെപ്പോലെ ചിന്തിക്കൂ. ഇതിന് ചാണക്യന്റെ ആദ്യത്തെ നിയമം നിങ്ങൾ പാലിക്കണം. ഉടനെ പ്രതികരിക്കരുത്. ആര് എത്ര വലിയ അത്യാവശ്യം പറഞ്ഞു വന്നാലും ആ നിമിഷം ശരിയെന്നോ പറ്റില്ല എന്നോ പറയരുത്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ആ സമയത്തെ സമ്മർദ്ദം വലുതാണ്. അവർ കരഞ്ഞേക്കാം, കാലുപിടിച്ചേക്കാം. പക്ഷേ നിങ്ങൾ കല്ലുപോലെ നിൽക്കണം. നിങ്ങൾ പറയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും, പക്ഷേ എന്റെ പണം പലയിടത്തായി കിടക്കുകയാണ്. എനിക്കൊന്ന് കണക്ക് നോക്കണം. എന്റെ ഭാര്യയോടോ അച്ഛനോടോ ഒന്ന് സംസാരിക്കണം. ഒരു 24 മണിക്കൂറിന് ശേഷം ഞാൻ പറയാം. ഈ 24 മണിക്കൂർ നിങ്ങളുടെ വജ്രായുധമാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം തരുന്നു. അതിലുപരി അത്യാവശ്യമെന്ന പേരിൽ വരുന്ന കള്ളത്തരങ്ങളെ ഇത് പൊളിച്ചെടുക്കും. അവർക്ക് സത്യമായും ജീവൻമരണ പോരാട്ടമാണെങ്കിൽ അവർ 24 മണിക്കൂർ കാത്തുനിൽക്കില്ല, വേറെ വഴി നോക്കും. ഇനി അതല്ല, വല്ല ധൂർത്തിനോ ചൂതാട്ടത്തിനോ ആണെങ്കിൽ അവർ കാത്തുനിൽക്കും. 24 മണിക്കൂർ കഴിഞ്ഞ് അവർ വീണ്ടും വിളിച്ചാൽ ഒരു ബാങ്ക് പെരുമാറുന്നതുപോലെ പെരുമാറുക. ഭയപ്പെടരുത്, മറുചോദ്യങ്ങൾ ചോദിക്കുക. ആദ്യത്തെ ചോദ്യം: സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം, പക്ഷെ സത്യത്തിൽ എന്തിനാണ് ഈ പണം? ശ്രദ്ധിക്കുക, സത്യത്തിൽ എന്ന് എടുത്തു ചോദിക്കണം. 80% ആളുകളും അത്യാവശ്യം എന്ന് പറയുന്നത് അവരുടെ ആഡംബരങ്ങൾക്കാണ്. മകളുടെ കല്യാണത്തിന് 10 തരം മധുരം വിളമ്പാനോ പുതിയ വണ്ടിയെടുക്കാനോ ഷെയർ മാർക്കറ്റിലെ നഷ്ടം നികത്താനോ ആണെങ്കിൽ സൂക്ഷിക്കുക. വരവിനേക്കാൾ ചിലവുള്ളവനെ സഹായിക്കുന്നത് അവന് ആത്മഹത്യ ചെയ്യാൻ കയറെടുത്തു കൊടുക്കുന്നത് പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം: ഞാൻ പണം തരാം, പക്ഷേ അടുത്ത 3 മാസത്തിനുള്ളിൽ എനിക്ക് ഈ പണം തിരികെ വേണം. അത് തിരിച്ചു തരാൻ നിങ്ങളുടെ കയ്യിലുള്ള കൃത്യമായ പ്ലാൻ എന്താണ്? എവിടെ നിന്നാണ് പണം വരുന്നത്? എപ്പോൾ തരുമെന്നല്ല, എവിടെ നിന്ന് തരും എന്നാണ് ചോദിക്കേണ്ടത്. നല്ലവനാണെങ്കിൽ പറയും, എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ശമ്പളം വരാറുണ്ട്. പറ്റിക്കാൻ വരുന്നവൻ ഉരുണ്ടുകളിക്കും, അതൊക്കെ ഞാൻ തരും ഭായ്, എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയുക, വിശ്വാസം ദൈവത്തിലുമുണ്ട്, പക്ഷേ പ്രസാദം കിട്ടാൻ വരി നിൽക്കണം. നോക്കൂ, എനിക്ക് പണത്തേക്കാൾ വലുത് നമ്മുടെ ബന്ധമാണ്. കൃത്യമായ പ്ലാനില്ലാതെ പണം തന്ന് നാളെ അത് തിരിച്ചു കിട്ടാതെ നമ്മുടെ ബന്ധം വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടോ, നിങ്ങൾ നോ പറഞ്ഞില്ല. ബന്ധം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് പണം തരാത്തത് എന്ന് വരുത്തി തീർത്തു. മൂന്നാമത്തെ നിയമം: അവരുടെ പഴയ ചരിത്രം നോക്കുക. മുൻപ് കടം വാങ്ങിയവരോട് അവർ എങ്ങനെയാണ് പെരുമാറിയത്? വല്ലവന്റെയും പണം വാങ്ങി മുക്കിയവനാണോ? സ്വഭാവം മാറില്ല, വേപ്പിന് പാലൊഴിച്ചാലും കയ്പ് പോവില്ല എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മുൻപ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇര നിങ്ങളാണ്. നാലാമത്തെ നിയമം: ഗ്യാരണ്ടി ചോദിക്കുക. നിയമമാണ്. വലിയ തുകയാകുമ്പോൾ എന്തെങ്കിലും ഉറപ്പ് വേണം. ഒരു ചെക്ക് തരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ അടുത്ത് പണയം വെക്കാമോ? ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നേക്കാം. എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അത് അവരുടെ ദേഷ്യമല്ല,
കള്ളത്തരം പിടിക്കപ്പെട്ടതിന്റെ ജാള്യതയാണ്. ചെക്ക് ഒപ്പിട്ടു തരാൻ പേടിയുള്ളവൻ പണം തിരിച്ചു തരില്ല. ഉറപ്പ്: ഒരു മോശം കടക്കാരനേക്കാൾ നല്ലത് ഒരു പിണങ്ങിപ്പോയ ബന്ധുവാണ്. ഇനി ഇതൊന്നും നേരിട്ട് ചോദിക്കാൻ വയ്യാത്ത ബന്ധമാണെങ്കിലോ? അവിടെ ചാണക്യന്റെ പരോക്ഷമായ നിരസിക്കൽ തന്ത്രം ഉപയോഗിക്കുക. ഇതിനെ മൂന്നാം കക്ഷിയുടെ തലയിലിടുക എന്ന് പറയാം. ഞാൻ തരുമായിരുന്നു, പക്ഷേ എന്റെ പണകാര്യങ്ങൾ നോക്കുന്നത് എന്റെ അച്ഛനാണ് അല്ലെങ്കിൽ ഭാര്യയാണ്. അവരോട് ചോദിക്കാതെ പണമെടുക്കാൻ പറ്റില്ല. ചോദിച്ചാൽ വീട്ടിൽ വലിയ വഴക്കാകും. ഇതോടെ നിങ്ങൾ നല്ലവനായി. വില്ലൻ അവിടെ ഇല്ലാത്ത മറ്റൊരാളായി. ഇനി അവർ കാത്തിരിക്കാമെന്ന് പറഞ്ഞാലോ? അവിടെ അടുത്ത തന്ത്രം ഉപയോഗിക്കുക. നഷ്ടം വരുമെന്ന് പറയുക. പണമുണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ ആഴ്ച ഒരു ചിട്ടിയിലോ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഇട്ടു. ഇപ്പോൾ അത് പിൻവലിച്ചാൽ എനിക്ക് 10,000 രൂപയുടെ നഷ്ടം വരും. ആ നഷ്ടം നിങ്ങൾ സഹിക്കുമെങ്കിൽ ഞാൻ എടുത്തു തരാം. ലോകത്ത് ഒരുത്തനും നിങ്ങളുടെ നഷ്ടം സഹിക്കാൻ തയ്യാറാവില്ല. അതോടെ ആ ശല്യം ഒഴിഞ്ഞുകിട്ടും. ഇനി ഒരാൾ ശരിക്കും അത്യാവശ്യത്തിലാണെങ്കിലോ, ആശുപത്രി കേസോ മറ്റോ ആണെങ്കിൽ അവിടെ കടം കൊടുക്കരുത്, സഹായം ചെയ്യുക. അവർ ചോദിക്കുന്നത് 50,000 ആണെങ്കിൽ പറയുക, എടാ 50,000 തരാനുള്ള നിവൃത്തി എനിക്കിപ്പോഴില്ല. പക്ഷെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഒരു 5,000 രൂപ ഞാൻ തരാം. ഇത് നീ എനിക്ക് തിരിച്ചു തരേണ്ടതില്ല. എന്റെ ഒരു ചെറിയ സഹായമായി കണ്ടാൽ മതി. ഇതൊരു മാജിക്കാണ്. 1. നിങ്ങളുടെ 50,000 പോയില്ല, വെറും 5,000 പോയി. 2. നിങ്ങൾ അവരുടെ കണ്ണിൽ വലിയവനായി. 3. ദാനം വാങ്ങിയതുകൊണ്ട് ഇനി വലിയൊരു തുക ചോദിക്കാൻ അവരുടെ മനസ്സാക്ഷി അനുവദിക്കില്ല. ചെറിയ വില കൊടുത്ത് വലിയൊരു തലവേദന ഒഴിവാക്കുന്ന തന്ത്രമാണിത്. സുഹൃത്തുക്കളെ, ഓർക്കുക, നാ എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മാഭിമാനമാണ്. എല്ലാവർക്കും മുന്നിൽ വിഡ്ഢിയെപ്പോലെ പേഴ്സ് തുറന്നു കാണിക്കുന്നവന്റെ കൂടെ ലക്ഷ്മി ദേവി നിൽക്കില്ല. അതുകൊണ്ട് അടുത്ത തവണ ഫോൺ ബെല്ലടിക്കുമ്പോൾ മറുതലയ്ക്കൽ പണം ചോദിച്ചു ആരെങ്കിലും വന്നാൽ പേടിക്കേണ്ട. ദീർഘശ്വാസമെടുക്കുക. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ ഓർക്കുക. ഇന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ മൈ മണി മൈ റൂൾസ് എന്ന് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ അധ്വാനത്തിന്റെ പണം ഇനി ആരും ദുരുപയോഗം ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞയാകട്ടെ അത്. ഈ വീഡിയോ പാപമായതുകൊണ്ട് പണം എപ്പോഴും നഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.